നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. 33ഓളം ബന്ദികൾ, 1900-ലധികം പലസ്തീൻ്റെ തടവുകാർ, ഒരു മിന്നൽ നിമിഷത്തിനുള്ളിൽ ബന്ദികളെ മുഴുവൻ വിട്ടയച്ച് കരാറിൽ ഒപ്പുവെച്ച് മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ ഹമാസിന് സംഭവിക്കാനിരിക്കുന്നത് ഇസ്രയേലിൻ്റെ തിരിച്ചടിയായിരിക്കില്ല, പകരം ട്രംപിൻ്റെ തിരിച്ചടി തന്നെയാണ്. ട്രംപ് നൽകിയിരിക്കുന്ന അവസാന സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ഇരിക്കുന്നു. ജനുവരി 20-ന് അദ്ദേഹം അധികാരമേറ്റെടുത്താൽ തൊട്ടു പിന്നാലെ പോകുന്നത് ചുടലപ്പറമ്പാക്കാൻ ഹമാസിനെയും അതുപോലെ തന്നെ ഗാസയെയും ചുട്ടരിക്കാനുള്ള നീക്കങ്ങളുമായിരിക്കും. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ സാധ്യമായ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചു കഴിഞ്ഞതോടെയായിരുന്നു മധ്യപൂർവ്വ ദേശത്തെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ചോരക്കളമായി മാറിയ യുദ്ധത്തിനുള്ള അറുതി വരുമെന്ന പ്രതീക്ഷ ലോകം പങ്കുവച്ചത്. പക്ഷേ അതൊക്കെ തന്നെ വിഫലമാണ്. വീണ്ടും അതിഭീകരമായ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സൂചനകൾ ഹമാസ് നൽകി കഴിയുന്നു. ഹമാസ് ബന്ദികളാക്കിയവരെയും ഇസ്രയേൽ ജയിലുകളിലുള്ള പലസ്തീൻകാരെയും പരസ്പരം വിട്ടു നൽകി ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നാണ് കരാറിലൂടെ പറയുന്നത്. എന്നാൽ ഈ 15 മാസം പിന്നിട്ട യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. വെടിനിർത്തൽ കരാർ അവസാന നിമിഷവും നടപ്പായിട്ടില്ല. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 33 ബന്ദികളുടെ പട്ടിക ഇതുവരെയും ഹമാസ് കൈമാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കടുത്ത ആരോപണം ഇസ്രയേൽ ഉയർത്തുകയാണ്. അങ്ങനെയാണ് വളരെ പെട്ടെന്നൊരു പിന്മാറ്റത്തിലേക്ക് നെതന്യാഹുവും കടന്നിരിക്കുന്നത്. അവിടുത്തെ പ്രാദേശിക സമയം ഇന്ന് രാവിലെ 8:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നായിരുന്നു മധ്യസ്ഥ എന്ന ഖത്തറടക്കം അറിയിച്ചത്. അതായത് ഇന്ത്യൻ സമയം ഏകദേശം ഒരു 12:30 ഈ സമയം പിന്നിട്ടിട്ടും ഇതുവരെയും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചത്. ഏറെ കാത്തിരുന്ന ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് ഇനി അതിരൂക്ഷ രക്തകലുഷിത യുദ്ധമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടിക ഹമാസ് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്നതുവരെ ഗാസയിൽ അതിരൂക്ഷമായ യുദ്ധം നടത്തുമെന്നും വെടിനിർത്തൽ തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞിരുന്നു. കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടുവെന്നാണ് IDF വക്താവ് ഡാനിയൽ ഹഗാരിയും എടുത്തുകാട്ടുന്നത്. എന്നാണോ ഇത് നടപ്പിലാക്കുന്നത് അതുവരെ അതിഭീകരമായ വെടിവെപ്പ് തന്നെയായിരിക്കും, യുദ്ധമുറകൾ തന്നെയായിരിക്കും IDFന്റെ ഭാഗത്തു നിന്നും ഹമാസ് കാണേണ്ടി വരുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹമാസ് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. വെള്ളിയാഴ്ച 6 മണിക്കൂറിലധികം ചർച്ചകൾ നടത്തിയായിരുന്നു ഇസ്രയേലിൻ്റെ മുഴുവൻ മന്ത്രിസഭ ഹമാസുമായിട്ടുള്ള ഈ കരാറിന് വലിയ അംഗീകാരം നൽകിയത്, അന്തിമ അംഗീകാരം നൽകിയത്. നെതന്യാഹു തന്നെയാണ് ശരിക്കും ഒരു ചക്രവ്യൂഹത്തിനകത്ത് പെട്ടുകിടക്കുന്നത്. കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്, സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കാൻ. പക്ഷേ മറുഭാഗത്ത് ആഭ്യന്തരമായി പലതരത്തിലുള്ള പിടലപ്പിണക്കങ്ങൾ നെതന്യാഹു കണ്ടുവരികയാണ്. അതിനുള്ള കാരണം ഹമാസിനെ മുച്ചൂടും മുടിക്കുമെന്നും ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഉറപ്പ് ഇടക്കാലത്ത് തങ്ങളുടെ തന്നെ ചില പാർട്ടികൾക്ക്, ചില ഘടകകക്ഷികൾക്ക് നൽകിയ ഉറപ്പായിരുന്നു. അത് പാലിക്കപ്പെടാത്തതിലുള്ള അസ്വാരസ്യങ്ങൾ ഒരുപക്ഷെ ഉയർന്നു കേൾക്കാം. നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി കൊടുത്തതായിരുന്നു. 3 ഘട്ടമായി ഈ കരാറിൽ 42 ദിവസമായി 33 ബന്ദികളെ ആദ്യം ഹമാസ് വിട്ടയക്കും. അതിനു പകരമായി 1904 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. ഇസ്രയേലിൻ്റെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ആദ്യം വിട്ടയക്കുന്നത്. ആദ്യ ദിവസം 3 സ്ത്രീ ബന്ദികളെ ആയിരിക്കും ഹമാസ് മോചിപ്പിക്കുന്നത്. 7-ാം ദിവസം 4 പേരെയും തുടർന്നുള്ള 5 ആഴ്ചകളിലായി 26 പേരെ കൂടിയും വിട്ടയക്കും. ഗാസയിലുള്ള ഇസ്രായേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പലസ്തീൻകാർ ഇതിനു മുൻപ് അവിടെ നിന്നും വിട്ടുപോയവർ, പല മേഖലയിലേക്ക് കുടിയേറപ്പെട്ടവർ, പലായനം ചെയ്തവർ, അവർക്കൊക്കെ തന്നെ തിരിച്ചു പോകാൻ, തങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ ഒരു സാഹചര്യം ഇതിലൂടെ ഒരുങ്ങി വരും. 1-ാം ഘട്ടത്തിൽ 16 ദിവസം പിന്നിട്ട് കഴിഞ്ഞ് വെടിനിർത്തലിൻ്റെ 2-ാം ഘട്ട ചർച്ച എന്തൊക്കെ വേണമെന്നുള്ള കാര്യം കൃത്യമായ ചർച്ചകളിലൂടെ തീരുമാനിച്ചെടുക്കും. ഈ 16 ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അതിഭീകര യുദ്ധമായിരിക്കും. കാരണം ഇസ്രായേലിൻ്റെ ഭീഷണി അനുസരിച്ച് വീണ്ടും ആക്രമണം കടുപ്പിക്കുമെന്നും തന്നെയാണ് ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഹമാസാണ് ഇതിൽ അവസാനമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. കാരണം യുദ്ധം തന്നെ വേണമെങ്കിലും ഹമാസ് തീരുമാനിക്കുക, സമാധാനം പുലരണമെങ്കിലും അത് ഹമാസ് തന്നെ തീരുമാനിക്കുക. ഗാസയിൽ പ്രവേശിക്കാൻ വേണ്ടി സഹായ വിതരണത്തിനുള്ള 100 കണക്കിന് ട്രക്കുകൾ ഇതിനോടകം തന്നെ റഫ ഇടനാഴിയിൽ ക്യൂ നിൽക്കുകയാണ്. ഈജിപ്റ്റ് അതിർത്തിയിലാണ് ഇവരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നത്. ഈ കരാർ മെയിൽ അവതരിപ്പിച്ചുവെങ്കിൽ പോലും എന്തുകൊണ്ട് അന്ന് ഇത് അംഗീകരിച്ചില്ല എന്നുള്ള ചോദ്യം ഏവരും ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഫാക്ടർ തന്നെയാണ്. കാരണം ട്രംപ് നൽകിയിരിക്കുന്ന കടുത്ത താക്കീത്, കടുത്ത മുന്നറിയിപ്പ്, അത് ഭയന്ന് തന്നെയാണ് ഹമാസ് ഈ ഒരു നീക്കത്തിന് തയ്യാറായിരിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഇസ്രായേൽ അതിർത്തികൾ ഇനി ആക്രമണം ഒന്നും തന്നെ ഉണ്ടാകാത്ത വിധത്തിൽ വേലി കെട്ടി അടച്ച്
സുരക്ഷിതമാക്കും എന്നായിരുന്നു നെതന്യാഹു പ്രഖ്യാപിച്ചത്. യുദ്ധം നീട്ടി മുന്നോട്ട് കൊണ്ടുപോയി ഭരണത്തിൽ തുടരാനുള്ള ഒരു തന്ത്രം തന്നെയാണ് നെതന്യാഹു ഇവിടെ നടത്തിയത് എന്നുള്ള വിമർശനങ്ങളും ഒരു കോണിൽ കേട്ടിരുന്നു. എന്തായിരുന്നാലും ഏറ്റവും ഒടുവിൽ ഇത് സാധ്യമായിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദം തന്നെയാണ്. കാരണം ജനുവരി 20 മുൻപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഭീഷണി ട്രംപ് നൽകിയിരിക്കുന്നു. അത് വളരെ നന്നായി തന്നെ അറിയാവുന്നത് ഇസ്രയേലിനും അതുപോലെ തന്നെ ഹമാസിനും തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വാശി, ഈ വൈരാഗ്യം അതിനു മുന്നിൽ മുട്ടുമടക്കാതെ പോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ട്രംപുമായി നല്ല രീതിയിലുള്ളൊരു ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ഉറപ്പായും നെതന്യാഹു എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും. കാരണം ഇറാൻ മുഖ്യ ശത്രുവാണ്, പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും. അവരെ നേരിട്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നല്ല ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോയി മധ്യപൂർവേഷ്യയിൽ നല്ല രീതിയിലുള്ള ഒരു മേൽക്കൈ കെട്ടിപ്പടുക്കാനും വെസ്റ്റ് ബാങ്കിലെ ജൂത സെറ്റിൽമെൻറ്റുകൾക്കുള്ള പിന്തുണ കിട്ടാനും അമേരിക്ക ഇസ്രയേലിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെയുള്ള എല്ലാത്തരം നീക്കങ്ങൾക്കും ട്രംപിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും വീഴ്ചയും സിറിയയിൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയും ഒക്കെ തന്നെ ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിനുള്ള കാരണമായി, പ്രചോദനമായി ഹമാസിനെ മുന്നോട്ട് നയിച്ചു. കാരണം അടുത്തത് തങ്ങളുടെ സമയം എണ്ണിത്തീരാൻ ഒട്ടും തന്നെ സമയമില്ല. വളരെ വേഗത്തിൽ തന്നെ ഇത് ഒപ്പുവെച്ച് സമാധാനപരമായി മുന്നോട്ട് പോയില്ലെങ്കിൽ മരണം തന്നെ ആയിരിക്കും സുനിശ്ചിതമെന്ന കാര്യത്തിലേക്ക് അവർ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കാനായി സാധിക്കുന്നത്. എന്താകും എന്നുള്ള ആകാംക്ഷയിലാണ്. ഈ സൂപ്പർ ക്ലൈമാക്സിലേക്ക് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.